തൊഴിലെൻ്റെ അവകാശം എന്ന ക്യാമ്പയിൻ വെച്ചുകൊണ്ട് തൊഴിൽ ആർക്കൊക്കെ വേണം 59 വയസ്സ് വരെയുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ മാത്രമല്ല 59 വയസ്സ് വരെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സർവേ നടത്തി കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ 59 ഇപ്പോഴും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, അത് സംരംഭ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മാറട്ടെ. എന്നാൽ +2 കഴിഞ്ഞ് ഒരു 40 വയസ്സ് വരെയുള്ള അത് 29 ലക്ഷം വരും കേരളത്തിൽ. ആ 40 വയസ്സ് വരെ ഉള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നത് വേണ്ടിയുള്ള പരിപാടി ആരംഭിക്കും. അപ്പോഴാണ് പ്രകടന പത്രികയിൽ നമ്മൾ 20 ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ സംഘടിപ്പിക്കാനാവും, എങ്ങനെ കൊടുക്കാനാവും എന്നുള്ളതായിരുന്നു പിന്നെ തർക്കം. അപ്പോഴാണ് ഒരു പ്രത്യേക പോർട്ടൽ ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. 10 ലക്ഷം ആളുകൾക്ക് ജോലി നൽകാനുള്ള ഡിമാൻഡ് ഇപ്പോഴും കേരള ഗവൺമെൻറ് കയ്യിലുണ്ട്, പോർട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടുന്നതിനാവശ്യമായ രീതിയിലുള്ള ചില വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ വേണം. ആ ഇടപെടലാണ് ഈ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവുക. അപ്പോൾ നമുക്ക് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ തൊഴിൽ ലഭിക്കാൻ സാധിക്കുന്ന ഇടയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഭൂബന്ധത്തിലൊക്കെ വന്ന മൗലികമായ മാറ്റം ഉൾപ്പെടെയാണെന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഫലപ്രദമായിട്ട് ദൗത്യം നിർവഹിക്കപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ജനാധിപത്യ വിപ്ലവം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന മുതലാളിത്ത വിപ്ലവമാണ്. അതുകൊണ്ടാണ് ഇതിന് ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. 400 കൊല്ലം മുമ്പ് ഈ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടുണ്ടാകും. ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സമത്വത്തിൻ്റെയും ലിംഗസമത്വത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യ വിപ്ലവം എന്ന ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം ലോകത്ത് ഉയർന്നു വന്നത്. ആ ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഈ ഫ്യൂഡൽ ജീർണതയുടെ മേലെ കെട്ടിപ്പോക്കിയ മുതലാളിത്തത്തിന് മറ്റ് ലോകരാജ്യങ്ങളിലുള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ കേരളത്തിനും ഇന്ത്യക്കും സാധിക്കാതിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമാണ്, വളരെ സങ്കീർണവുമാണ്. ഇന്ന് ഈ കേരളം ഒരു തുരുത്തായിട്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ്. ആ തുരുത്തിലാണ് നമുക്കിപ്പോൾ 15,000 സ്റ്റാർട്ടപ്പ് ഉണ്ടാവണമെന്ന് പറയുന്നത്. ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ. ലോക മാർക്കറ്റിൽ അതിന് നല്ല മൂല്യമുണ്ട്, കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതിനിയും നമുക്ക് വർദ്ധിപ്പിക്കാം. ഇപ്പോൾ 2,30,000 പറഞ്ഞില്ലേ, 2,30,000 സ്വയം സംരംഭകരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. 7 ലക്ഷത്തിലധികം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർ അത് പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പൊളിഞ്ഞു പോകുന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയാം. കാരണം ലോകത്തിൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള സ്വയം സംരംഭക പ്രവർത്തനങ്ങൾ ആരംഭിച്ച ലോകത്താണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലല്ല. ലോകത്തിൻ്റെ പൊതുചിത്രം അതിലൊരു 30% പൊഴിയുമെന്നാണ്, തകരും എന്ന് പറഞ്ഞാൽ. 1 ലക്ഷം തുടങ്ങിയാൽ ഒരു 10,70,000 രക്ഷപ്പെടും, ബാക്കി 30,000 അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു പോകും. അത് ആദ്യത്തെ കൊല്ലം തന്നെ പൊളിയൊന്നുമില്ല, കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴെനിക്കതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്, പൊളിയാൻ കാത്തിരിക്കാൻ പാടില്ല, അപ്പോൾ മാറ്റിക്കൊള്ളണം. ഒരു സംരംഭം തുടങ്ങിയിട്ട് അത് അതിൻ്റെ ഒരു തരത്തിലും രക്ഷപ്പെട്ട് കിളച്ചു പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ പുതിയ തലത്തിലേക്ക് അതിനെ മാറ്റണം. മാറ്റമില്ലാതെ ഒരേ പടവിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാറ്റത്തിന് വിധേയപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവില്ല. അതിന് നോക്കാം, ഇക്കൊല്ലം കൂടി നോക്കാം, അടുത്ത കൊല്ലം കൂടി നോക്കാം. നോക്കി അവസാനം ബ്ലേഡിൽ നിന്ന് കടം വാങ്ങി എല്ലാം കൂടി ചേർന്ന് അവസാനം ആത്മഹത്യയിലേക്കും കുഴപ്പത്തിലേക്കും തർക്കത്തിലേക്കും പോയി അങ്ങോട്ട് തീരും. അങ്ങനെ പോകാനേ പാടില്ല. വളരെ വേഗം മാറ്റിക്കോളും. കാരണം ഇത് സ്വയം സംരംഭമാണല്ലോ, വളരെ ചെറിയ മൂലധനം മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ പുതിയ തരത്തിലേക്ക് പോകണം, മാറ്റത്തിന് വിധേയമാകണം, മാറ്റണം. അങ്ങനെ മാത്രമേ നമുക്ക് സ്വയം സംരംഭത്തെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിപ്പോഴും 100 കോടി വരെയുള്ള പുതിയ സംരംഭങ്ങളുടെ നിക്ഷേപം 100 കോടിയിലധികം വരികയാണ്. അപ്പോൾ അത് നമുക്ക് ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ് ഈ തൊഴിൽ നൽകാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മുഴുവൻ നല്ല പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ തൊഴിൽ പ്രാപ്തരാക്കാൻ കഴിയും. അപ്പോൾ അവരെ കൃത്യമായിട്ട് മെൻറ്റർമാരെ ഉപയോഗപ്പെടുത്തി ട്രെയിനിങ് നടത്തണം. അതുപോലെ തന്നെ ഫലപ്രദമായി ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ഇങ്ങനെയെല്ലാമുള്ള ഒരു ഇടപെടൽ നമ്മൾ ചെറിയ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ഒരു സംശയമില്ല, ഈ കേരളത്തിലെ 10-20 ലക്ഷം ആളുകൾക്ക് ഇപ്രാവശ്യത്തെ ഗവൺമെൻറ് 2ാം ടേമിൻ്റെ ഭാഗമായി തൊഴിലില്ലായ്മ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനാവും. അതിലൊരു ഭാഗം ഇപ്പോൾ തൊഴിൽ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇനി 1.25 കൊല്ലം കൊണ്ട് നമുക്ക് തൊഴിൽ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നില്ല. അവിടെ നിന്ന് നമുക്ക് തുടങ്ങണം. ഒരു 10-20 കൊല്ലം കൊണ്ട്, ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ, ഒരു 20 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു നവകേരളം, അത് ഞാൻ നേരത്തെ പറഞ്ഞ 1789 മുതൽ ജനാധിപത്യ വിപ്ലവം നടന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ, അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലൊരു നവകേരളം, അതാണ് കേരളം ലക്ഷ്യമിടുന്നത്. ആ നവകേരളമെന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് കേരളം മുന്നേറും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് ഈ മവാസോ എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള യൂത്ത് സ്റ്റാർട്ടപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫെസ്റ്റിവൽ. അതെല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒന്നായി മാറും. ഇന്ന് ഇതിനെ മുഖം തിരിച്ചു നിൽക്കുന്നവർക്ക് പോലും നാളെ ഇത് അംഗീകരിക്കേണ്ടി വരും. നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഇത് മാത്രമല്ല, വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഭക്ഷണം കൊടുക്കുന്ന പരിപാടി, DYFI ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആസൂത്രണം ചെയ്തതിൽ ഏറ്റവും ആധുനികവും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും അവസാനത്തെ ടെക്നോളജി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, AI ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനസമൂഹത്തെ ആകെ നവീകരിക്കുന്ന പ്രക്രിയയിൽ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് പൊരുതി വന്ന യുവജന പ്രസ്ഥാനം തൊഴിൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിക്കുന്നു എന്ന ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ മാറ്റത്തെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ തലത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ച DYFI സംസ്ഥാന നേതൃത്വത്തെയും വളരെ ഭാവനാപൂർവ്വം ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് നയിച്ച ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. വലിയ പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സമാപന സമ്മേളനത്തിലെ പ്രസംഗമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എന്നെല്ലാം പറയുന്നത് ഒരു വകുപ്പുണ്ടാക്കൽ മാത്രമാണ്. ഒരു കാര്യമില്ല. എന്ത് ഉദ്ഘാടനം? സമാപിക്കുമ്പോൾ പിന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമുണ്ട്. അത് അവസാനിപ്പിക്കുകയാണ്. അവസാന പ്രസംഗം എന്നാണ് പറയേണ്ടത്, ഉദ്ഘാടന പ്രസംഗം എന്നല്ല. അപ്പോൾ ഞാനതിൻ്റെ വേറൊന്നും പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, DYFIയുടെ ഈ പ്രവർത്തനത്തെ നാട് ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ്. അവർ ഇനിയും ഇതുപോലുള്ള ഭാവനാപൂർവമായ, ഇതിനോടൊപ്പവും ഇതിൻ്റെ അനുബന്ധമായും അല്ലാതെയും എല്ലാമുള്ള നിരവധി മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ നിങ്ങൾ അജണ്ടയിൽ പറഞ്ഞതുപോലെ അത് ഔപചാരികമായി നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.